കുറച്ച് നാളുകൾക്ക് മുമ്പൊക്കെ നമ്മൾ കേട്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഡോക്ടറിനെ കയറി തല്ലി, അല്ലെങ്കിൽ നേഴ്സസിൻ്റെ കോളർ കയറി പിടിച്ചു, അവരെ ചീത്ത വിളിച്ചു, OP അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിൽ കയറി കുറേ അലങ്കോലം ഉണ്ടാക്കി അല്ലെങ്കിൽ തല്ലുണ്ടാക്കി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കേൾക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഡോക്ടറിനെ ക്രൂരമായ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി എന്നുള്ളൊരു വാർത്തയാണ്. ഡോക്ടറിനെ കുത്തിക്കൊന്നു എന്നുള്ള വാർത്തയൊക്കെയാണ്. ശരിക്കും എങ്ങനെ ഈ സമൂഹത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റും? നമ്മൾ ഉറക്കമുണർന്നില്ലെങ്കിൽ ഉണരാതെ മരിക്കുന്നതാണ് ഭേദമെന്ന് ഞാൻ പറയട്ടെ ആദ്യം തന്നെ. അപ്പോൾ ഇത് അറിയാത്തവരായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പറയുന്നത്, കഴിഞ്ഞ വെള്ളിയാഴ്ച 31 വയസ്സുള്ള ഒരു ട്രെയിനി ഡോക്ടർ, ഫീമെയിൽ ഡോക്ടറാണ്, ഒരു സെമിനാർ ഹാളിൽ ഉറങ്ങാനായിട്ട് രാത്രി പോയി. അതും ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് പോയത്. അതിനുശേഷം രാവിലെ ഒരു കൂട്ടുകാർ പോയി നോക്കിയ സമയത്ത് വസ്ത്രം പോലും ഇല്ലാതെ ഹാഫ് നേക്കഡായിട്ട് ഒരു മൃതശരീരം അവിടെ കിടക്കുകയാണ്, അതും പോഡിയത്തിൽ. ധാരാളം ഇഞ്ചുറീസ് ആ കുട്ടിക്ക് ഉണ്ടായെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അവരുടെ പേരൻസ് ഇവർ കുട്ടിയെ ഡോക്ടറാക്കാൻ വേണ്ടി പഠിപ്പിച്ചു. ഈ കുട്ടി അത്രമാത്രം കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ഇപ്പോൾ അറിയാനായിട്ട് ഗ്യാങ് റേപ്പ് ചെയ്യുന്നുള്ളതാണ്. കൊൽക്കത്തയിൽ 138 ഇയർ പഴക്കമുള്ള ഒരു മെഡിക്കൽ കോളേജിലാണ് സംഭവിച്ചത്. ഈ ഒരു ഇൻഡിപെൻഡൻസ് നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും ആഘോഷിക്കുന്നുണ്ട്. ശരിക്കും നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയോ? ഈ സ്ത്രീകൾക്ക് പുറത്തിറങ്ങി ജോലി ചെയ്യാൻ നമ്മൾ ഇപ്പോഴും പറ്റുന്നുണ്ടോ? സേഫാണ്? കാരണം ഇന്നൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് എന്തുകൊണ്ടാണ് ഡോക്ടേഴ്സ് ഇങ്ങനെ എത്രയധികം വിഷമിപ്പിക്കുന്നുള്ളത് അല്ലെങ്കിൽ വിഷമിക്കുന്നത് എന്നുള്ളത് ആലോചിച്ച് നോക്കുക. കാരണം ഒരു നിയമമില്ല, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിയമമില്ല. അതുപോലെ തന്നെ ഈ രാത്രി കാലങ്ങളിൽ ഈ സ്ഥലങ്ങളിൽ ക്യാമറകളില്ല. ഇപ്പോൾ ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ ഇത് കുറേയൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ വാദിക്കുവാണെങ്കിലും കുറേയൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ അവർ പറയുന്നത് അംഗീകരിക്കാൻ പറ്റാതെയൊക്കെ വരാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, 30% ഇന്ത്യയിലുള്ള ഡോക്ടർമാരും 80% നേഴ്സിംഗ് സ്റ്റാഫും എന്താണ്? ഫീമെയിൽസാണ്, സ്ത്രീകളാണ്. അപ്പോൾ ഇവർക്ക് സേഫായിട്ടൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതും അവരുടെ കുടുംബത്തിൽ നിന്ന് അവർ മാറി അവർ മറ്റുള്ളവർക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇവർക്കൊന്നും ശരിക്കും റെസ്റ്റ് ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ശരിക്കും ഇൻറ്റേൺസും അതുപോലെ ജൂനിയർ ഡോക്ടേഴ്സൊക്കെ 24 മുതൽ 36 മണിക്കൂർ കണ്ടിന്യൂസ് ഡ്യൂട്ടി എടുക്കുന്നുണ്ട്. 3500 പേഷ്യൻസാണ് ഒരു ദിവസം ആ ഹോസ്പിറ്റലിൽ കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഈ ട്രെയിനി ഡോക്ടേഴ്സ് നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അവർക്ക് റെസ്റ്റ് എടുക്കാനായിട്ട് ക്ലിയർ ആയിട്ട് ഒരു റെസ്റ്റ് റൂം പോലും ഇല്ലെന്നാണ് പറയുന്നത്. അവർക്ക് റെസ്റ്റ് റൂം ഇല്ല, ബാത്റൂം ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഇവരെന്ത് ചെയ്ത് ഒരു സെമിനാർ റൂമിൽ പോയി കിടക്കാൻ പോയത്. ശരിക്കും അതൊരു നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ പ്രോബ്ലമാണ്. അതായത് ഈ പ്രശ്നമുള്ള ഒരു ആളെ അവിടെ ഉണ്ടായിട്ട് പോലും അത് നേരത്തെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് ആ ഒരു ഹോസ്പിറ്റലിൽ നടക്കാനുള്ള ഒരു അനുവാദം കിട്ടി. രണ്ടാമത് അവിടെ ഒരു ക്യാമറ പ്രോപ്പറായിട്ട് അവൈലബിൾ അല്ലായിരുന്നു. അതുപോലെ തന്നെ ഒരു പ്രോപ്പർ റെസ്റ്റ് എടുക്കാനായിട്ടുള്ള ഒരു റൂമില്ലായിരുന്നു, പ്രോപ്പറായിട്ടുള്ളൊരു ബാത്റൂം ഇല്ലായിരുന്നു. കംപ്ലീറ്റ്ലി അൺസേഫ് ആയിട്ടുള്ള ഒരു സാഹചര്യം. അതിനോടൊപ്പം നമുക്ക് നിയമവും സ്ട്രോങ് അല്ല. നിയമമെങ്കിലും സ്ട്രോങ് ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? ഇവർ പേടിച്ചെങ്കിലും ചെയ്യാതിരിക്കും. പല രാജ്യങ്ങളായിട്ടുള്ള UAE അതുപോലെ പല രാജ്യങ്ങളിലും, സൗദി പോലുള്ള രാജ്യങ്ങളിൽ കർശനമായ നിയമങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവർ ഉടനെ തന്നെ ആക്ഷൻ എടുക്കുകയും അത് പേടിച്ച് മറ്റു പല ആളുകളെങ്കിലും ചെയ്യാതിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഈ ഡോക്ടർ ആവാൻ വേണ്ടി പഠിക്കുന്ന ആളുകളും അതുപോലെ PGസും പോസ്റ്റ് ഗ്രാജുവേഷൻ സ്റ്റുഡൻസും ഈ നേഴ്സുകളൊക്കെ ശരിക്കും ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നത്. ഒത്തിരി ആളുകൾ, നമുക്കറിയാവുന്ന ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ സംഭവിക്കുന്നത് ഇതുപോലെയാണ്. ലേറ്റ് ആയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ലേറ്റ് ആയിട്ട് ഉറങ്ങാനൊക്കെ പറ്റാത്ത സമയത്ത് ഇവർ എവിടെയെങ്കിലുമൊക്കെ പോയി കിടന്ന് ഉറങ്ങാൻ സാഹചര്യമുണ്ട്. ആ സമയത്തൊന്നും അവർ സേഫ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവും. പലപ്പോഴും ഈ ഒരു സംഭവം സംഭവിച്ചതിന് ശേഷം കുറച്ച് ഡോക്ടേഴ്സ് സോഷ്യൽ മീഡിയയിലൊക്കെ സംസാരിക്കുന്നത് കണ്ടത്, ഇവർക്ക് 24 to 36 അവർ ഷിഫ്റ്റ് ഉണ്ട്. അതുപോലെ ഇത് കഴിഞ്ഞതിന് ശേഷം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ ഔട്ട് പേഷ്യൻ്റ് OP ഡിപ്പാർട്ട്മെൻറ്റിൽ നിൽക്കണം. അതുപോലെ തന്നെ ഇവരെ കൊണ്ട് ധാരാളം പണിയെടുപ്പിക്കുന്നുണ്ട്, ധാരാളം പേഷ്യൻസിനെ കാണുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള കംപ്ലയിൻ്റാണ് വരുന്നത്. അവർക്ക് പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കാൻ സ്ഥലമില്ല, ആഹാരം കഴിക്കാൻ സ്ഥലമില്ല, ബാത്റൂമിൽ പോകാൻ സ്ഥലമില്ല. ഇങ്ങനെ പല കാര്യങ്ങളും അവർ ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. ഇങ്ങനെ ഉറങ്ങാൻ പോയി കിടക്കുന്ന ഡോക്ടറെ പോലും വിളിച്ചെണീപ്പിച്ചിട്ട് പേഷ്യൻറ്റിനെ കാണാനായിട്ട് നിർബന്ധിക്കുന്നു. ഇങ്ങനെയുള്ളൊരു സിസ്റ്റത്തിലാണ് ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നമ്മുടെ ഒരു ലജ്ജ തോന്നുന്നു പറയാം. കാരണം നമ്മൾ ഇത്രയും സ്വാതന്ത്ര്യം കിട്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ആഘോഷിക്കുന്നു. എല്ലാവരും വളരെ പ്രൗഡ് മൂമെൻ്റാണ്. പക്ഷേ ശരിക്കും ഒരു ഷോക്ക് ചെയ്ത ഒരു മൂമെൻ്റാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നടക്കുന്നത്. ഗ്യാങ് റേപ്പും ഒരു വല്ലാത്ത രീതിയിലാണ് അവരെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ബന്ധുക്കൾക്ക് കാണിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അത്രയും മോശമായിട്ടുള്ള രീതിയിൽ ആ കുട്ടിയെ മാറ്റി എന്നുള്ളതാണ്.
ശരിക്കും ഒരു ലജ്ജ തോന്നുന്നു, വിഷമം തോന്നുന്നു. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്നുള്ളത്. കാരണം ഇതിനൊരു ഇപ്പം കേരളയിൽ വന്ദനദാസ് എന്നുള്ളൊരു കുട്ടി 23 വയസ്സേ ഉള്ള ഒരു മെഡിക്കൽ ഇൻ്റേണാണ്, ഒരു സ്റ്റാബ് ചെയ്തു, ഒരു സർജിക്കൽ സിസേഴ്സ് വെച്ച് അത് മദ്യപിച്ച ഒരു പേഷ്യൻ്റ് വന്നു. നിയമങ്ങൾ, ക്യാമറ, ഗവൺമെൻറ്റിൻ്റെ ഇൻസ്ട്രക്ഷൻസ്, അങ്ങനെ പല കാര്യങ്ങളും റെസ്ട്രിക്ഷൻ കൊണ്ടുവരികയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള മരണങ്ങൾ നമുക്ക് തടയാനായിട്ട്. കാരണം ആ ഒരു ജൂനിയർ ആയിട്ടുള്ള ഡോക്ടർ എത്രമാത്രം രോഗികളെ രക്ഷിച്ചേനെ. എന്നിട്ട് നമ്മൾ ഈ ഒരു കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ആരും ജോലി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് വിലപിച്ചിട്ട് കാര്യമില്ല. കാരണം നിയമങ്ങൾ സ്ട്രിക്റ്റ് ആയില്ലെങ്കിൽ അവരുടെ സേഫ്റ്റി നോക്കി അവർ വേറെ രാജ്യങ്ങളിൽ പോവും, അല്ലെങ്കിൽ വേറെ ജോലികൾ സെലക്ട് ചെയ്യും. പേഷ്യൻസിനോടുള്ള കെയറും കുറയും. അത് സ്വാഭാവികമാണ്. കാരണം സ്വന്തം ജീവന് സേഫ് അല്ല, അതുപോലെ തന്നെ സ്വന്തം ആയിട്ട് നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാത്തൊരു തോന്നലുണ്ടായാൽ ആരായാലും നമ്മളെല്ലാവരും ഏത് ജോലിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും സേഫായിട്ടുള്ള സ്ഥലത്ത് പോകാനായിട്ട് ശ്രമിക്കുകയുള്ളൂ. ഒന്നാമത് പുറത്തു പോകുന്ന രാജ്യങ്ങളിൽ കുറച്ചും കൂടെ ഒരു റെസ്പെക്റ്റ് ഉണ്ട്, കുറച്ചും കൂടെ ഒരു സാലറി കൂടുതലാണ്, അവർക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ് കൂടുതലാണ്. അതിനോടൊപ്പം സേഫ്റ്റിയും കൂടെ ഇല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഈ കിടന്ന് പാടുപെടുന്നതെന്ന് ചിന്തിക്കാറുണ്ട്. ഇപ്പോൾ എനിക്ക് പറയാം, നേഴ്സുമാരൊക്കെ ശരിക്കും 20,000 25,000 രൂപയ്ക്കൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. നാട്ടിൽ ശരിക്കും ഈ ഇടയ്ക്ക് പോയ സമയത്ത് 25,000 രൂപയൊന്നും കൊണ്ട് ഒരാൾക്ക് ജീവിക്കാൻ പറ്റില്ല. കാരണം അവർ ഓട്ടോ എടുത്ത് അങ്ങോട്ട് പോയപ്പോൾ തന്നെ 40 രൂപയാണ് ഒരു ചെറിയ ഒരു അല്പം പോയപ്പോൾ. അപ്പം വളരെ പാടാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? പുറം രാജ്യങ്ങളിൽ എക്സാം എഴുതുകയും അവർ പുറം രാജ്യങ്ങളിൽ പോയി പഠിക്കുകയും ചെയ്യും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ ഒരു സിസ്റ്റത്തിനെ നമ്മൾ കറക്റ്റ് ആക്കിയില്ലെങ്കിൽ, നമ്മളെ തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾ കറക്റ്റ് അല്ലെങ്കിൽ അവരുടെ ഇപ്പം പല സർക്കാർ മാറി വന്നു, പക്ഷേ ഇപ്പോഴും നിയമം സ്ട്രിക്റ്റ് ആയിട്ടുള്ള വന്നിട്ടില്ല. വളരെ സ്ട്രോങ് ആയിട്ടുള്ള കർശനമായ നിയന്ത്രണം കൊണ്ടുവരണം. കാരണം സ്ത്രീകൾക്ക് സുരക്ഷിതമായി പുറത്തിറങ്ങാനായിട്ട് പറ്റണം. പല സ്ഥലങ്ങളിലും ക്യാമറകൾ കൊണ്ടുവരണം, എല്ലായിടത്തും നിരീക്ഷണങ്ങൾ ഉണ്ടാവണം. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. കർശനമായ വളരെ സ്ട്രിക്റ്റായിട്ട് പേടിപ്പിക്കുന്ന തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരണം. അത് പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ക്രിമിനൽ കുറ്റങ്ങൾക്കാണ്. അല്ലാതെ നമ്മൾ ചെറിയ ഇപ്പം എവിടെയെങ്കിലും തുപ്പി എന്ന് പറഞ്ഞുള്ള നിയമമല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യങ്ങളല്ല പറയുന്നത്. പക്ഷേ വളരെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു പരിധിയെങ്കിലും വരെ ഒഴിവാക്കാനായിട്ട് പറ്റും. ഞാൻ ആലോചിക്കുന്നത്, ഇത്രയധികം ഡോക്ടേഴ്സിന് ഇത്രയധികം പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്തിനാണ് അവർ ഇത്രയും മടിച്ച് നിൽക്കുന്നത്? ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാനുള്ള സാഹചര്യമുണ്ട്. എല്ലാവരോടും ഒരുമിച്ച് ഒരു ഗ്രൂപ്പ് പെറ്റീഷനായിട്ട് പോയിട്ട് ഇത്ര റെസ്റ്റ് ഇല്ല, അതുപോലെ നമുക്ക് ഇത്ര മതിയും ഡ്യൂട്ടിയാണെന്നൊക്കെ നമുക്ക് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ കുറച്ചും കൂടെയൊക്കെ ഒരു നിയന്ത്രണം നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റിയേനെ അല്ലേ. ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തോന്നുന്നു. ഇപ്പം എന്ത് പറയാനാണ്, വളരെ വിഷമമുണ്ട്. ആ ഒരു കുട്ടിക്ക് നീതി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ ഓൺ.